എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫുഡ് ആൻഡ് ട്രിപ്സിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഖീറാണ്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള പായസം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടത്തക്ക രീതിയിലാണ് ഞാനിതിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ലൂസ് കൺസിസ്റ്റൻസി വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അത് ഞാൻ വഴിയെ പറയാം. 1/2 ലിറ്റർ മിൽക്ക്, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്യൂ സ്ട്രാൻഡ്സ് ഓഫ് സാഫ്രൺ, ഡ്രൈഡ് ഡേറ്റ്സും ആപ്രിക്കോട്ടും, ഫിഗ് 3-4 എണ്ണം വീതം. തിക്ക് കൺസിസ്റ്റൻസി ഇഷ്ടമില്ലാത്തവർക്ക് ഫിഗ് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ഫിഗിനുള്ളിൽ ചെറിയ സീഡ്സ് ഉള്ളതിനാൽ ഒരു തരിപ്പായസത്തിൻ്റെ ഫീൽ കിട്ടും. അത് ഇഷ്ടമായതിനാലാണ് ഞാൻ ഫിഗ് ചേർത്തിരിക്കുന്നത്. കാഷ്നട്ട്സും റൈസിൻസും 20 എണ്ണം വീതം. കാഷ്നട്ട്സ് 15 എണ്ണം ഡ്രൈ ഫ്രൈക്കും 5 എണ്ണം റൈസിൻസിനോടൊപ്പം ഗാർണിഷിങ്ങിനും വേണ്ടിയാണ്. ആമണ്ട്സും തോടില്ലാത്ത പിസ്തയും 20 വീതം, അതും ഡ്രൈ ഫ്രൈക്കായിട്ടാണ്. കൂടാതെ കുറച്ച് ആമണ്ട്സും പിസ്തയും നീളത്തിലരിഞ്ഞത്, നെയ്യ് ആവശ്യത്തിന്, കുറച്ച് കാഡമം പൗഡർ. കുറച്ച് വെള്ളം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാം. അതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഡ്രൈ ഫ്രൂട്ട്സായ ഡേറ്റ്സും ഫിഗും ആപ്രിക്കോട്ടും നമുക്കിതിലേക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെച്ച് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്കായി വരുമ്പോഴേക്കും സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ഡ്രൈ ഫ്രൈ ചെയ്യാനുള്ള ആമണ്ട്സും കാഷ്യൂവും പിസ്തായും ചേർത്ത് ചെറിയ ചൂടിൽ തരിതരിയായി പൊടിച്ചെടുക്കാനുള്ള സൗകര്യത്തിനായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. പൊടിക്കാൻ പരുവത്തിന് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും പിന്നെ റൈസിൻസും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പോഴേക്കും നല്ലപോലെ സോക്കായിട്ടുണ്ട്. ഇതിനി നമുക്കൊരു മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. അതുപോലെ ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും പിസ്തായും ആൽമണ്ട്സും കൂടെ നമുക്കൊരു ഗ്രൈൻഡറിലിട്ട് തരിതരിയായി പൊടിച്ചും വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി അത്ര തിക്ക് ആവണമെന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലൂസാക്കാം. ഡ്രൈ ഫ്രൈ ചെയ്ത കാഷ്യൂവും പിസ്തായും ആൽമണ്ട്സും തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് പൊടിയാകാതെ ശ്രദ്ധിക്കണം, കാരണം കൂടുതൽ പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പായസം ഖീർ വളരെ തിക്കായി പോകും. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് 1/2 ലിറ്ററോളം മിൽക്ക് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മിൽക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടൊന്ന് കുറയ്ക്കണം. കുറച്ചതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒന്നുകിൽ അഡീഷണലായിട്ട് ഷുഗർ ചേർക്കാം, അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവും കൂടെ കൂട്ടാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. സാഫ്രോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം, കൂടുതൽ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യാം.
ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് പേസ്റ്റ് ചേർക്കാം. ഈ സമയത്ത് ഹീറ്റ് കുറച്ച് വയ്ക്കണേ. പിന്നെ ലംസ് ഫോം ചെയ്യാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുമ്പ് പറഞ്ഞ പോലെ ഫിഗ് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൽ ചെറിയ സീഡ്സ് ഉള്ളതുകൊണ്ട് ഒരു തരിപ്പായസത്തിൻ്റെ ആ രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ട്സും പിസ്തായും കാഷ്യൂവും നമുക്ക് ചേർക്കാം. സാഫ്രോൺ സ്ട്രാൻഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷിങ്ങിനായി ഗീയിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും പിന്നെ കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിസ്തായും ആൽമണ്ട്സും കൂടെ ഇപ്പോൾ ചേർക്കാം. അതും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഖീർ അഥവാ ഡ്രൈ ഫ്രൂട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.